Hi everyone, welcome to Disha Academy. So, നമ്മുടെ NTPC എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റെഡി ആക്കി വെക്കണം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഒട്ടും കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോവാം. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിനോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളുടെ കാര്യമാണ്, ഒരുപാട് ഡിലേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ NTPC ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഇല്ലാതെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മൾ എക്സാം നമുക്കറിയാം ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്, അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ആണ് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റിൽ ഒരു പ്രശ്നമുള്ളത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. നമ്മൾ ടയർ 1 എക്സാം ക്ലിയർ ചെയ്തു, ടയർ 2 എക്സാം ക്ലിയർ ചെയ്തു, അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് അതിലിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് അത് അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല നോക്കാം, ലാസ്റ്റ് മിനിറ്റ് അല്ലേ, അങ്ങനെ വിചാരിക്കരുത്. പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കുക. ഓക്കെ, എക്സാമിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മുതൽ അപ്ലൈ ചെയ്ത് അവസാനിക്കുന്ന ഡേറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് 20-ാം തീയതി ആണ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് വിചാരിച്ചു. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് അല്ല, ആ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതിന് മുന്നേ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്കറിയാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ നമ്പർ, അതിപ്പോൾ എല്ലാവർക്കും കാണും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇമെയിൽ ഐഡിയുടെ പ്രത്യേകത, നമുക്ക് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും, നമ്മുടെ ഫോണിലൊരു ഇമെയിൽ ഐ ഡി കാണും, പക്ഷെ നിങ്ങൾ ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അറിയാമെന്ന്. ഓക്കെ, നമ്മുടെ എക്സാമിൻ്റെ അവസാനത്തെ പ്രോസസ്സ് വരെ നമുക്ക് ഈ ഇമെയിൽ ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും അറിയുന്ന ഒരു ഇമെയിൽ ഐ ഡി, പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെടുത്ത ഒരു ഫോട്ടോ, അതുപോലെ തന്നെ റണ്ണിങ് ലെറ്ററിലുള്ള സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പായി. ഓക്കെ, സിഗ്നേച്ചർ, ഫോട്ടോ ഇതൊക്കെ റെഡിയാക്കി വെക്കുക, അതുപോലെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പായി. ഇനി നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ്, അതായത് +2 ലെവൽ പോസ്റ്റിനായിരിക്കാം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പോസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നത്, ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, 12th സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഡിഗ്രി ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും വേണ്ടി വരും. പക്ഷേ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയാലും 12th സർട്ടിഫിക്കറ്റ് ആയാലും 10th സർട്ടിഫിക്കറ്റ് ആയാലും ഇവരുടെ എല്ലാവരുടെയും റോൾ നമ്പർ ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് വേണ്ടത് റോൾ നമ്പറാണ്. അതുപോലെ തന്നെ എക്സാം പാസ് ചെയ്ത പാസിംഗ് ഡേറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനം നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഈ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ, അതായത് പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ അച്ഛൻ്റെ അമ്മയുടെയും പേരിലോ എന്തെങ്കിലും തിരുത്തുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സർട്ടിഫിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി വെക്കുക. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അത് കൃത്യമായിട്ട് നോക്കുക. കാരണം നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഇവരത് ഇപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ R എന്നാണ്. ഓക്കെ, ഐശ്വര്യ R. ഓക്കെ, അപ്പം എൻ്റെ 10th സർട്ടിഫിക്കറ്റിൽ ഐശ്വര്യ R എന്നാണ്. സപ്പോസ് ഞാൻ എക്സാമിന് കൊടുക്കുന്നത് R ഐശ്വര്യ എന്നാണെന്ന് വിചാരിച്ചോ, അതായത് എൻ്റെ ഇനിഷ്യൽ ഞാൻ ഫ്രണ്ടിലിട്ടു, നമ്മൾ നോർമലി ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ലെറ്റർ ബൈ ലെറ്ററാണ് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ ഐശ്വര്യ R തന്നെയാണ്, R ഐശ്വര്യ എന്നല്ല. AISWRY
ഈ ഓർഡറിനാണ് ഇവർ വെരിഫൈ ചെയ്യണത്. അപ്പോൾ ഓർഡർ മാറിയാൽ തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം അത്ര സീരിയസ് ആണ് ഈ കാര്യം. അതുകൊണ്ട് പേരിൻ്റെ സ്പെല്ലിംഗ്, നിങ്ങളുടെ ആയിക്കോട്ടെ, അച്ഛൻ്റെ ആയിക്കോട്ടെ, അമ്മയുടെ ആയിക്കോട്ടെ, ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള അതേ സ്പെല്ലിങ് തന്നെയാണ് നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്തും കൊടുക്കുന്നതിന് 100% നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് വളരെ സീരിയസ് ആണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മറ്റൊരു സാധനമാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണും. അഥവാ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ കാർഡ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത് വെക്കുക. ആധാർ കാർഡ് എല്ലാവർക്കും കാണും, പക്ഷേ ഫോൺ നമ്പറുമായിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം ആധാർ കാർഡ് വെരിഫിക്കേഷൻ നമ്മുടെ RRB NTPC രജിസ്ട്രേഷനിൽ ഒരു പ്രോസസ്സാണ്. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും എക്സാംസ് റെയിൽവേയുടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആധാർ വെരിഫിക്കേഷൻ കൊടുക്കും. ഇനി അഥവാ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആധാർ വെരിഫിക്കേഷൻ വരും. ആധാർ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ OTP വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഇപ്പം നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ഏതാണോ ആ നമ്പർ ആധാർ കാർഡുമായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ലിങ്ക് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് രണ്ടുമല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കേട്ടോ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ റെഡി ആയിട്ട് വെക്കുക. അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക്, UR കാറ്റഗറിയിലുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ OBC, SC ST EWS കാറ്റഗറിയിലുള്ളവർക്ക് എന്ത് വേണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾക്ക് സാധാരണ നമ്മൾ അക്ഷയ വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വില്ലേജ് ഓഫീസറിൻ്റെ അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റാണ്. അതുപോലെ നമുക്ക് തഹസിൽദാറിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമലി അക്ഷയ വഴി അപ്ലൈ ചെയ്തിട്ട് അത് അപ്രൂവായി വരുമല്ലോ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. അതിൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും നിങ്ങൾ വെക്കുക. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആരൊക്കെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, അമ്മയുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത ആ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വയ്ക്കുക. അതെല്ലാം ആവശ്യം വരും. പിന്നെ നിങ്ങളുടെ വരുമാനത്തിനെ കാണിക്കുന്ന റേഷൻ കാർഡിൻ്റെ കോപ്പി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നതെന്നുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വെച്ചിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസറെ നേരിട്ട് പോയി കാണണം. നേരിട്ട് പോയി കാണുമ്പോൾ അവിടെ നിന്ന് അവരത് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് തരും. തഹസിൽദാർ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്ത് തരും. എന്നിട്ട് അത് തഹസിൽദാർ ഓഫീസിൽ കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു OBC കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കാണും. ആ ഫോർമാറ്റിലുള്ളത് 1-2 കോപ്പി തഹസിൽദാർ പറയുന്നതനുസരിച്ച് പ്രിൻ്റ് ചെയ്ത് ആ കോപ്പിയും കൂടെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അവരത് സൈൻ ചെയ്ത് തരും. അങ്ങനെ തഹസിൽദാർ ഒപ്പിട്ട OBC സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. SC ST സർട്ടിഫിക്കറ്റ് നമുക്കറിയാം ലൈഫ് ടൈമാണ്. അതും അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ല, രണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സീലുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ വാങ്ങി റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇയർ ആയിരിക്കും നോക്കുക. അപ്പോൾ ഒരു ഏപ്രിൽ 2024 ശേഷം എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഏപ്രിൽ 2024 ശേഷം എടുത്ത EWS സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്ത് വെക്കുക. ഏപ്രിൽ 2024 ടു ഏപ്രിൽ 2025 വരെ ആയിരിക്കും നമുക്ക് ഏകദേശം ഇതിന് ഉള്ളൊരു സമയം എന്ന് പറയുന്നത്. ഒരു 1 ഇയർ ടൈമാണ് എല്ലാവർക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതുക. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ 10+2, ഇനി ഡിഗ്രി ലെവൽ പോസ്റ്റിനാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഇതിൻ്റെ റോൾ നമ്പർ, എക്സാം പാസിംഗ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ കാർഡ് വേണം, പിന്നെ ഫോട്ടോഗ്രാഫ് വേണം, ഫോൺ നമ്പർ വേണം, സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പി വേണം, ഇമെയിൽ ID വർക്ക് ചെയ്യണത് വേണം. പിന്നെ നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC, SC ST EWS ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ
വന്നാലോ വന്നെന്നെങ്കിലോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അത് റെഡിയാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ നോക്കാൻ പാടില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. ഇതിനെല്ലാം കുറച്ച് ക്ലറിക്കൽ വർക്കും പ്രോസസ്സും ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ടൈമാണ് ഇപ്പം നമ്മൾ അവിടെ പോയി എനിക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ് 2 ദിവസത്തിൽ ശരിയാക്കി തരണേന്ന് പറഞ്ഞാലൊന്നും ആരും ചെയ്യത്തില്ല. എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈമിനിടയ്ക്ക് ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങളത് മാറ്റി വെച്ചിട്ട് എക്സാമിന് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കാനുള്ളത്. അത് റെഡിയാക്കി വെക്കുക. പിന്നെ ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് അവസാനമായിട്ട് വേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ RRB NTPC നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പൈസയുടെ ഒരു എമൗണ്ട് നമ്മൾക്ക് തിരിച്ചു വരും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസും കൂടെ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൂടെ നിങ്ങൾ കരുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC എക്സാമിന് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട. നമ്മുടെ SSLC +2 ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിൻ്റെ നമ്പർ, റോൾ നമ്പർ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എല്ലാത്തിൻ്റെയും ഒറിജിനൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എല്ലാ സർട്ടിഫിക്കറ്റും പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് ദിശയ്ക്ക് NTPCയുടെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. പുതിയ ദിശ ആപ്പ് വഴിയാണ് ഈ കോഴ്സുകൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതായി കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടും. സിലബസ് അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസിന് പഠിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ഓക്കെ, പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സോ ഹാവ് എ നൈസ് ഡേ, ഹാപ്പി ലേണിംഗ്, ബൈ.